ഈ പെരുന്നാളിന് ഓറഞ്ച് വെച്ചിട്ടുള്ളൊരു ഡെസേർട്ട് ആയാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഓറഞ്ച് എടുത്തിട്ട് രണ്ടായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലഷൊക്കെ അരിപ്പയിലേക്ക് ഇനി നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വൈറ്റ് ഭാഗം പെടാതെ എടുക്കണം. വൈറ്റ് ഭാഗം പെട്ടാൽ കയ്പ്പ് രസം വരും. ഇനി ഇതൊരു സോസ് പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഓറഞ്ചിൻ്റെതും കൂടെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് 50 മില്ലി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് കുറുകി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ജ്യൂസ് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മുതൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു തോടിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. കസ്റ്റാർഡ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.